റൗഷിഫേ കാടിനുള്ളിൽ വൈൽഡ് ലൈഫൊക്കെ ആസ്വദിച്ച് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിച്ച് കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ആശാൻ്റെ 4x4 ഇട്ട് ഞങ്ങൾ മുകളിലേക്ക് ഇന്നത്തെ യാത്ര മുതുമല ടൈഗർ റിസർവിലേക്കാണ്. കാടിനുള്ളിൽ ഏറ്റവും ചീപ്പായിട്ട് താമസിക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ഡോർമെട്രി. ഇതിൻ്റെ പേരാണ് പീകോക്ക് ഡോർമെട്രി. ഉണ്ട്. ആ ബസ്സിലുള്ള ആൾക്കാരുണ്ട്, പിന്നെ കാറുകളിലൊക്കെ ഉണ്ടല്ലോ. ചായ എടുത്തു, നല്ല സന്തോഷം. ഇവിടുത്തെ ഫുഡ് ചെയ്യുന്ന മൂപ്പരാണ്. അത് 20ൻ്റെ ഡോർമെട്രി, ഇത് 20ൻ്റെ ഡോർമെട്രി, ഇത് 10ൻ്റെ ഡോർമെട്രി. അത് ടോയ്ലറ്റ് കോംപ്ലക്സ്. 20 പേർക്ക് താമസിക്കാനുള്ള ഡോർമെട്രിക്ക് ആകെ 5750 രൂപയുള്ളൂ. അതായത് ഒരാൾക്ക് 287 രൂപ. 10 പേരുടെ ഡോർമെട്രിക്ക് 3925. അപ്പോൾ ഒരാൾക്ക് 392 രൂപ. ഇത്രയും ചീപ്പായിട്ട് കാട്ടിനുള്ളിൽ താമസിക്കാൻ വേറൊരു ഓപ്ഷനേ ഇല്ല. വൈകുന്നേരം തന്നെ മുതുമല എത്തി ഡോർമെട്രിയിൽ ചെക്ക് ഇൻ ചെയ്തു. ടീം സഫാരിയുടെ ഇവൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി നേരെ മസിനഗുഡിയിലേക്ക് പോയി. മസിനഗുഡിക്കടുത്തുള്ള ബൊക്കാപുരം എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണിത്. അവിടെയാണ് ഒരു ടെമ്പിൾ ഉണ്ട്. ആ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. കുറേ പേര് ബസ്സിലുണ്ടായിരുന്നു. വൈകുന്നേരത്തേക്കുള്ള ചായ ഫോറസ്റ്റിലുള്ള സന്തോഷം ഞങ്ങൾക്ക് റെഡിയാക്കി തന്നിരുന്നു. ആന, കാട്ടുപോത്ത്, കടുവ, അങ്ങനെ ചായയും തള്ളലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മേലേക്ക് കയറി. ഒരു കൂട്ടർ നടന്ന് കയറി. നമ്മുടെ കൂടെ കുറച്ച് വീൽ ചെയർസിലൊക്കെ ഉള്ള ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരെയും കൊണ്ട് ഓഫ് റോഡ് ജീപ്പിൽ മുകളിലേക്ക് കയറി. പക്ഷേ ഇവിടുത്തെ ടാക്സിക്കാർ സമ്മതിച്ചില്ല. അവർ വട്ടം വെച്ചു. അവരുടെ വണ്ടി തന്നെ എടുക്കണം, പെർമിറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവസാനം ഞങ്ങൾ സൈഡാക്കി വണ്ടി തിരിച്ചു. ആശാൻ്റെ 4x4 ഇട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറാനും നോക്കി. ആശാൻ, ഇതാണ് നമ്മുടെ ടീം. നമ്മൾ ഗസ്റ്റുകളൊക്കെ കൊണ്ടുപോയി ഇറക്കുകയാണ്. അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് ഇത്. ബൊക്കാപുരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഏറ്റവും മുകളിലാണ് മാരിയമ്മൻ കോവിൽ. നല്ല വ്യൂ ആണ്, 360 ഡിഗ്രി വ്യൂ ആണ്, നല്ല കാറ്റുമാണ്. ഇതാണ് ടെമ്പിൾ. ഈവനിങ് സൺസെറ്റൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലായിരിക്കും. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഡോർമെട്രിയിൽ വീണ്ടും കൂടി പരിചയപ്പെടലും ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ അന്ന് രാത്രി അവിടെ കൂടി. ഇതാണ് മെസ്സോളൊക്കെ നല്ല വൃത്തിയുണ്ട്. പക്ഷേ ഡോർമെട്രിയോട് ചേർന്നല്ല, ടോയ്ലറ്റ് കോംപ്ലക്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ന്യൂനതയായിട്ട് തോന്നിയത്. രാത്രിയൊക്കെ പുറത്തിറങ്ങാൻ ചെറിയ പേടിയൊക്കെ തോന്നും. കാടിനകത്താണുള്ള സ്റ്റേ. ഭക്ഷണത്തിൽ ചിക്കൻ ബിരിയാണിയാണ്, പക്ഷേ ചിക്കൻ കുറവായിരുന്നു. കാട്ടിൽ രാത്രി ആന കണ്ടില്ലേ? നമ്മൾ നിൽക്കുന്നത് കാടിനകത്താണെന്ന് പറഞ്ഞല്ലോ. ആന മാത്രമല്ല, നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് കടുവയും കരടിയും എല്ലാം കാണാൻ പറ്റി. ഞങ്ങളതിൻ്റെ തൊട്ടടുത്ത് തന്നെ തെപ്പക്കാടുണ്ട്. തെപ്പക്കാട് ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഫോറസ്റ്റ് സഫാരി കൗണ്ടറിൻ്റെ അവിടെ സിൽവൻ ലോഡ്ജിൽ ഞങ്ങൾ റൂം എടുത്തിരുന്നു. ഇത് അവിടെ നിന്നുള്ള കാഴ്ചയാണ്. അവിടെ റൂംസും ഉണ്ട്, അതുപോലെ ഡോർമെട്രി ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. എല്ലാത്തിനും ഇതേപോലെ നമുക്ക് ഈ വൈൽഡ് ലൈഫിൻ്റെ നടുക്കാണ് നമുക്ക് താമസിക്കുന്നതെന്നുള്ളതിൻ്റെ പ്രത്യേകത. രാത്രിയും പകലാണെങ്കിലൊക്കെ ആനിമൽ സൈറ്റിങ് ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം കിട്ടും. ഞങ്ങൾ ഏർലി മോർണിംഗ് സഫാരിക്ക് പോവുകയാണ് 6 മണിക്ക്. പോകുന്ന വഴിയിൽ തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു ടൈഗർ സൈറ്റിങ് കിട്ടി. അതിൻ്റെ വീഡിയോ ആണ് ഈ കാണിച്ചു തരാം. റൗഷിഫേ സാറേ, നിങ്ങൾക്ക് ഏറ്റവും വെറുതെ അല്ല. ഇവിടുന്ന് കിട്ടും സാധനം കുടിക്കണ്ടല്ലേ? ഇതെന്നേതാ വീഡിയോ അല്ലേ? റെക്കോർഡാണ്. റൗഷിഫേ നമ്മുടെ ഡോർമെട്രീൻ്റെ മുന്നിൽ കൂടെ തന്നെയാണ് സഫാരി പോകുന്നത്. രാവിലെ എണീച്ച് സഫാരി തുടങ്ങി. ക്യാമ്പറിലാണ് പോകുന്നത്. 30 പേര് ഒരു ക്യാമ്പറിൽ, വലിയൊരു ക്യാമ്പറിൽ. അങ്ങനെ 30 പേർക്കുള്ള സഫാരി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി 35 പേർക്ക് സഫാരി ബുക്ക് ചെയ്തത് ഒരു വാനിലായിരുന്നു. അപ്പോൾ അതേപോലെ ആദ്യത്തെ സൈറ്റിങ് തന്നെ പുള്ളിമാനായിരുന്നു. പുള്ളിമാനെ നമുക്ക് സഫാരി എടുക്കണമെന്നില്ല കാണാൻ. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും റോഡ് സൈഡിൽ തന്നെ കാണാം. നമ്മൾ ബന്ദിപ്പൂരിലേക്കോ മൈസൂരിലേക്കൊക്കെ പോകുമ്പോൾ ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലും മുതുമല ടൈഗർ റിസർവിലൊക്കെ ഇഷ്ടം പോലെ കാണാൻ പറ്റും റോഡ് സൈഡിൽ തന്നെ. അവരുള്ളിലേക്ക് അധികം പോകില്ല. കാരണം ഉൾക്കാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ടൈഗർ, ലെപ്പേഡൊക്കെ ഇവർക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് എപ്പോഴും ഇവർ റോഡ് സൈഡിലായിരിക്കും സേഫ്. അതുകൊണ്ട് അവിടെ തന്നെ ഇഷ്ടം പോലെ കാണാം.
അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സഫാരി പോയി ഉള്ളിലേക്ക് എത്തിയപ്പോഴാണ് ആനൻ്റെ സൈറ്റിങ്സ് കിട്ടിയത്. നമ്മുടെ കൂടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സും ടീമൊക്കെ ഉണ്ട്. നല്ലൊരു സഫാരി തന്നെ ആയിരുന്നു. ഞങ്ങൾ 6:30 തുടങ്ങുന്ന ഫസ്റ്റ് സഫാരിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ലൈറ്റിംഗ് ഒക്കെ ആയി വരുന്നുള്ളൂ. ഒരു ആന കണ്ടു, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ആനക്കൂട്ടമുണ്ട്. ലൈറ്റിംഗ് ആയി വരുന്നുള്ളൂ. ഒരു ഗോൾഡൻ അവേഴ്സ് എന്നൊക്കെ പറയാനായിട്ടില്ല. അത് ആ സമയത്താണ് നല്ല ഭംഗി കാട് കാണാൻ. കുറച്ചുകൂടി കഴിഞ്ഞാലാണ് ആ സമയം വരുന്നത്. ഇപ്പോൾ കാട്ടിൽ ഏത് സമയത്താണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലത്തെ സഫാരിയിലും കിട്ടാറുണ്ട്, വൈകുന്നേരത്തെ സഫാരിയിലും കിട്ടാറുണ്ട് ആനിമൽസിന്. നമുക്ക് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. അതിന്ന സമയമൊന്നുമില്ല. കുറേ കാട്ടുപോത്തുകൾ, കാട്ടിന്നും പറയും. എന്താല്ലേ അടിപൊളി, ഒരുപാടെണ്ണമുണ്ട്. തൊട്ടിപ്പുറത്തൊരു തടാകം പോലൊരു സെറ്റപ്പ് ഉണ്ട്. വെള്ളം കുടിക്കാൻ വന്നാന്ന് തോന്നുന്നു. അടിപൊളി സെറ്റപ്പിന് കുറേ സമയം അവിടെ നിന്നു. അവർ നമ്മളെ കണ്ടതായിട്ട് ഭാവമൊന്നുമില്ല. ടൈഗറിൻ്റെ പ്രൈമറി പ്രേയാണ് കേട്ടോ ഇത്, ഈ സാധനം കാട്ടി. കാരണം ഒരു തവണ ഹണ്ട് ചെയ്താൽ തന്നെ ഒരാഴ്ചക്ക് കഴിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ ഇതാണ് ഫസ്റ്റ് എയിം ചെയ്യുക. മരത്തിൻ്റെ മുകളിൽ ഒരു ഈഗിൾ ഇരിക്കുന്നുണ്ട്. കാടിനുള്ളിൽ ചെറിയ ചെറിയ ഇതുപോലെ വെള്ളം കുടിക്കാൻ ആർട്ടിഫിഷ്യലായിട്ട് പൂളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കോമൺ ലങ്കൂറും പുള്ളിമാനും കൂടി ഒരേ ഫ്രെയിമിൽ തന്നെ കിട്ടി. കോമൺ ലങ്കൂർ അടിപൊളിയായിട്ട് കിട്ടി. നല്ല ക്യൂട്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ 1 മണിക്കൂർ ദൈർഘ്യമുള്ള സഫാരി കഴിഞ്ഞു. ഞാൻ പലപ്പോഴും 2 മണിക്കൂറിൻ്റെയൊക്കെയാണ് എടുക്കൽ. ഒരു സഫാരി കൂടി എക്സ്ട്രാ എടുക്കും. ഇത്തവണ ഞങ്ങൾ ഗ്രൂപ്പ് ഇവൻ്റ് ആയതുകൊണ്ട് അതിനൊന്നും പറ്റിയില്ല. എന്തായാലും ഞങ്ങൾ സഫാരി കണ്ടു, തിരിച്ചിറങ്ങി. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ മുതുമല ആന വളർത്തൽ കേന്ദ്രമുണ്ട്. ഇതേ ടിക്കറ്റിൽ തന്നെ ഒന്നുകിൽ താമസം അല്ലെങ്കിൽ ഇവിടുത്തെ സഫാരി, ഫോറസ്റ്റ് സഫാരി എടുത്ത അതേ ടിക്കറ്റിൽ തന്നെ നമുക്ക് ഈ ആനയൂട്ടും കാണാം. രാവിലെ 8:30 മണി തൊട്ട് 9-9:30 വരെ ഉണ്ടാവും. ആനകൾക്ക്, ഇത് വളർത്തുന്ന ആനകളാണ്. വളർത്തുന്ന ആനകൾക്ക് ഇവിടുത്തെ ആന വളർത്തൽ കേന്ദ്രത്തിൽ അവർ ഫുഡ് കൊടുക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്, ടീം സഫാരിയുടെ ഗ്രൂപ്പാണിത്. ഇതാണ് ആനയ്ക്ക് വേണ്ടിയുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന ആളുകളാണ്. അടിപൊളി. കരിമ്പൊക്കെ നല്ല ഭംഗിയായിട്ട് ഒടിച്ച് കഴിക്കുന്നത് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടും. പക്ഷെ നമുക്ക് ആനനെയൊക്കെ വയലിൽ കാണുന്നതാണ് ഇഷ്ടം. ഇങ്ങനെ കൂട്ടിൽ അടക്കപ്പെടുന്നത് എനിക്കിഷ്ടമല്ല. എനിവേ, ഇതാണ് സിൽവൻ ലോഡ്ജ്. ഇത് തെപ്പക്കാട് തന്നെയാണ്, നമ്മുടെ സഫാരി ഒക്കെ തുടങ്ങുന്ന അവിടെ തന്നെ. ഇവിടെയുണ്ട് അക്കോമഡേഷൻസ്. ഇത് ബുക്ക് ചെയ്യേണ്ടത് മുതുമല ടൈഗർ reserve.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഗുഡ് ബൈ.